പ്രദീപ് മേച്ചേരി. അപ്പോൾ ഈ വേന്തനാട് എന്നുള്ള ഗ്രാമം ഉണ്ടായത് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഈ വേന്തനാട് ഗ്രാമത്തിൽ കരിങ്ങമ്പിളി ലക്ഷ്മിദാസൻ, അതുപോലെ ഉദ്ദണ്ഡ ശാസ്ത്രിയെ തോൽപ്പിച്ച കാക്കശ്ശേരി ഭട്ടതിരി, ഇവരെല്ലാവരും ഈ ചോറ്റാനിക്കര ഭഗവതിയുടെ വലിയ ഭക്തന്മാരായിരുന്നു. അതുമാത്രമല്ല, ഒരുപാട് പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഒരു താമസ സ്ഥലം കൂടിയാണ് ഈ വേന്തനാട്ട് ഗ്രാമം. അപ്പോൾ ഈ വേന്തനാട്ട് ഗ്രാമത്തിൽ കുമ്പളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവരുടെ ഒരു സഭാമഠം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഉദയതുംഗേശ്വര സഭാമഠം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൽ വളരെ പണ്ഡിതന്മാരായിട്ടുള്ള പല ആൾക്കാരും ശിഷ്യന്മാരെ പഠിപ്പിക്കുക, അങ്ങനെ ഒക്കെ ഉള്ള ഒരു സഭാമഠമാണ്. അപ്പോൾ അവിടെ പ്രഭാകര യോഗി എന്ന് പറഞ്ഞൊരു പണ്ഡിതൻ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്പൂതിരിമാരെ വേദശാസ്ത്രാദികൾ പഠിപ്പിക്കുന്ന ഒരാളായിട്ട് ഒരു പണ്ഡിതൻ അവിടെ അങ്ങനെ പഠിപ്പിക്കുകയായിട്ടുണ്ട്, കുലശേഖര പെരുമാളിൻ്റെ കാലത്ത്. പിന്നെ അതിനുശേഷം അപ്പം അങ്ങനെ അങ്ങനെ ഒരു ഭരണം നടത്തിയിരുന്നു. അപ്പോൾ അത് പട്ടമയ്യാണ്ട് കോവിൽ എന്ന് പറയുന്ന ഒരു അധികാരിയാണ് ഇതിൻ്റെ ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ അദ്ദേഹം കുറേ പതികൾ എന്ന് പറഞ്ഞിട്ടുള്ള കീഴ് ജീവനക്കാരെ നിയമിച്ച്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പട്ടമയ്യാണ്ട് കോവിലിൻ്റെ ഉത്തരവാദിത്വത്തിൽ പതികൾ ഭരിക്കുക, അങ്ങനെയാണ് ഈ സഭാമഠം കൊണ്ടു നടന്നിരുന്നത്. അപ്പോൾ കുറേ കാലങ്ങൾ അങ്ങനെ ഈ ഭരണമായിട്ടൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ പതികളുടെ പ്രവർത്തനങ്ങളിലുള്ള പോരായ്മയും അതിലുള്ള അഴിമതിയും കാര്യങ്ങളൊക്കെ ആയിപ്പോൾ പിന്നെ എന്തുണ്ടായി വെച്ചാൽ ഇത് സർക്കാരിൻ്റെ അധീനതയിലായി. ഇപ്പോഴും അത് സർക്കാരിൻ്റെ അധീനതയിലാണ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അങ്ങനെ വന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഗ്രാമക്കാർക്ക് ഓരോരോ പ്രശ്നങ്ങളും ഓരോ ക്ഷീണവും ഒക്കെ വന്നപ്പോൾ ജനങ്ങളൊക്കെ കൂടി ആലോചിച്ചു. അപ്പം എന്തായാലും ആപത്ത് വന്നാൽ പിന്നെ അത് തടയാൻ ഭഗവത് സേവയാണ്. അപ്പോൾ ഈ സഭാമഠത്തിൽ വെച്ച് ഉദയതുംഗേശ്വര സഭാമഠത്തിൽ വെച്ചിട്ട് ഒരു മഹാഭഗവത് സേവ നടത്താം മണ്ഡലകാലത്ത്. അപ്പം അതങ്ങനെ തുടങ്ങി. അപ്പോൾ നമ്പൂതിരിമാരായിട്ടുള്ള ആൾക്കാർ അപ്പോൾ അവിടെ വെച്ച് ഭഗവത് സേവ, ഋഗ്വേദ മന്ത്രങ്ങളെ കൊണ്ട് ധാരാളം പുഷ്പാഞ്ജലികളും അപ്പം അങ്ങനെ വളരെ കേമായി. അപ്പോൾ അവർക്ക് അപ്പോഴത്തെ ആ ബുദ്ധിമുട്ടിന് കുറേ പരിഹാരങ്ങളൊക്കെ വന്നതായിട്ട് അവർക്ക് അനുഭവം വന്നു തുടങ്ങി. അപ്പോൾ അത് പരമാവധി കൂടുതൽ ഭംഗിയാക്കാൻ അത് കൂടുതൽ വളരെ നല്ല രീതിയിലായി കേമായിട്ട് ഭഗവത് സേവ ഇങ്ങനെ തുടർന്നു വന്നു. അപ്പം അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ ഭഗവതി അവർ പ്രസന്നയായിട്ട് ഉള്ള ഒരു അനുഭവം ഒക്കെ ആയിട്ട് അവർക്കായി. അത് മാത്രമല്ല, അപ്പോൾ സ്വപ്നത്തിൽ ഭഗവതി പ്രത്യക്ഷപ്പെട്ട് അപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഈ വേന്തനാട്ട് ഗ്രാമത്തിൽ ഒരു പരിശുദ്ധമായിട്ടൊരു സ്ഥലത്ത് ഞാൻ ആവിർഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്ന് ആരാധിച്ചാൽ നിങ്ങൾക്കൊക്കെ ഐശ്വര്യവും സമ്പത്തും എല്ലാം വർദ്ധിക്കും എന്നായിട്ട് ഭഗവതിയുടെ ഒരു സ്വപ്ന ദർശനം അവർക്കൊക്കെ ഉണ്ടായി. അപ്പോൾ ഇത് എവിടെ ഉണ്ടായെന്ന് വെച്ചാൽ അവർ പല സ്ഥലങ്ങളിലും നമ്പൂതിരിമാരായിട്ടുള്ള ആൾക്കാർ പല ദിക്കിലും പോയി അന്വേഷിച്ചു. അപ്പോൾ കുറേ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. ഇപ്പം എങ്ങനെ അപ്പം അവർക്ക് എന്താന്ന് മനസ്സിലാവാതെ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അഴാണ് ഒരു പുലയി ചോറ്റാനിക്കര കാട്ടിൽ നിന്ന് പുല്ല് വെട്ടാൻ വേണ്ടി പോയി. അപ്പോൾ പുല്ല് വെട്ടാൻ പോയി. അപ്പോൾ അവർ അരിവാള് മൂർച്ച കൂട്ടുമ്പോൾ അവിടെ ഒരു കല്ലുമെന്ന് ചോര കാണുന്നു. അപ്പോൾ അവർ പല ആൾക്കാരോടും ഇങ്ങനെ ഒരു അത്ഭുതമായിട്ട് കണ്ടു, ഇതെന്താന്ന് മനസ്സിലായില്ല, അവർക്കൊരു ഭയം ഉണ്ടാവും, ഭക്തിയും, ഇത് രണ്ടും ഉണ്ട്. അപ്പം അങ്ങനെ പലരോടും പറഞ്ഞപ്പോഴാണ് ഈ എടാട്ട് നമ്പൂതിരി ഇതറിയും. അപ്പോൾ എടാട്ട് നമ്പൂതിരി അപ്പോൾ അവിടെ ചെന്ന് ആ സ്ഥലമൊക്കെ നോക്കിയപ്പോൾ അത് ഭഗവതിയുടെ സാന്നിധ്യമാണെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ അവിടെ നേരിച്ച് അങ്ങനെയാണ് അത് ചോറ്റാനിക്കര അമ്പലമായിട്ട് മാറിയത്. അപ്പോൾ ഈ വിഗ്രഹത്തിൻ്റെ മുൻ ചരിത്രം വെച്ച് നോക്കുമ്പോൾ കണ്ണപ്പൻ ആരാധിച്ച ഒരു വിഗ്രഹമാണെന്നുള്ളതായിട്ട് ഒരു ഐതിഹ്യമുണ്ട്. അതിന് പുറമെ കംസൻ കല്ലുമടിച്ച് കൊല്ലാൻ പുറപ്പെടുമ്പോൾ ദുർഗാ ഭഗവതി പ്രത്യക്ഷപ്പെട്ട് പറയൂല, ഞാനല്ല
വേറൊരാൾ ജനിച്ചിട്ടുണ്ട് നിന്നെ കൊല്ലാൻ എന്ന് പറയുന്നത് ആ ദേവിയുടെ ഭൗതിക ശരീരമാണ് എന്നുള്ള ഒരു ഐതിഹ്യം. അങ്ങനെ രണ്ടൈതിഹ്യവും ഈ ഈ വിഗ്രഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ചോറ്റാനിക്കര ക്ഷേത്രം ഉണ്ടായത്. ഇപ്പൊ എടാട്ട് നമ്പൂതിരിയാണ് ആ വിഗ്രഹം കണ്ടെത്തി അത് നേരിച്ച് അപ്പൊ അതിന്റെ തുടക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അപ്പൊ ഏകദേശം ഈ വേന്തനാട്ട് ഗ്രാമത്തില് ഒരു ഏകദേശം 2-ാം ശതകത്തിനോട് അടുപ്പിച്ച ഒരു കാലഘട്ടത്തിലൊക്കെ ഏകദേശം ഒരു 250 ബ്രാഹ്മണ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കാലക്രമേണ അപ്പൊ അവർക്ക് ഈ ഉപാസന കാര്യങ്ങളൊക്കെ ശ്രദ്ധയൊക്കെ കുറഞ്ഞ് അങ്ങനെ പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോഴേക്കും ഇല്ലങ്ങൾ കുറെ എണ്ണം അന്യം നിന്ന് പോലും പലരും പരദേശത്തേക്ക് പോകും. പിന്നെ ഇല്ലങ്ങളുടെയൊക്കെ എണ്ണമൊക്കെ വളരെ കുറഞ്ഞു. പിന്നെ അങ്ങനെ ഉപാസനകൾ തുടർന്ന മനകളാണെങ്കിൽ ആ പഴയ ഐശ്വര്യത്തോടു കൂടി തന്നെ നിലനിൽക്കണമുണ്ട്. അപ്പൊ അതില് വളരെ ഒരു ഉദാഹരണമായിട്ടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ പള്ളിപ്പുറത്ത് മനയാണ്. അന്നും അവർക്ക് ഒരു സ്ഥാനവും അല്ലെങ്കിൽ ആ ഉപാസനയിലൊന്നും കുറവ് വരുത്തിയിട്ടുമില്ല. ഇന്നും ഇപ്പൊ അതേപോലെ അപ്പൊ ആ ഒരു ഐശ്വര്യത്തോടു കൂടി തന്നെ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതാണ് ചോറ്റാനിക്കര ഭഗവതിയുടെ ഒരു ഐതിഹ്യം, വേന്തനാട്ട് ഗ്രാമത്തിനെ കുറിച്ചുള്ള ഒരു കാര്യം. അപ്പൊ എല്ലാവരും കണ്ട അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തുക.